പ്രിയപ്പെട്ടവരെ, ഗോപു പട്ടിക്കാടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതേ തൃശ്ശൂർ ജില്ലയിലെ കുതിരാൻ ടണലിന്റെ ഫ്രണ്ടിലാണ്. ടണൽ വരുന്നതിന് മുന്നേ ഇവിടെ പ്രശസ്തമായ മറ്റൊരു അമ്പലം ഉണ്ടായിരുന്നു, കുതിരാൻ അമ്പലം. അതിൻ്റെ ഒരു പ്രശസ്തി നഷ്ടപ്പെട്ടത് ഈ ടണൽ വന്നതിന് ശേഷം. അപ്പോൾ ഈ ടണൽ വന്നതിന് ശേഷമുള്ള കുതിരാൻ അമ്പലത്തിന്റെ വിശേഷം ഒന്ന് കണ്ടാൽ നമുക്ക് വാ. ഈ ടണൽ കടന്ന് അപ്പുറത്ത് കടന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇപ്പുറത്തേക്കുള്ള അമ്പലത്തേക്ക് പോകുന്നുള്ള ആക്സസ് നമുക്ക് കിട്ടുന്നുള്ളൂ. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്ന ഭാഗം ഇപ്പോൾ അമ്പലത്തേക്കുള്ള വഴി അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പുറം കടക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന എൻഡിലി കൂടെയാണ് നമുക്ക് അവിടെ ഒരു സർവീസ് റോഡ് മാത്രമാണുള്ളത്. അത് വളരെ വിജനമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഇപ്പോഴും കിടക്കുന്നു. ശരിക്കും ഒരൊറ്റപ്പെട്ട സ്ഥലമായിട്ടാണ് ഇതിപ്പോൾ കുതിരാൻ അമ്പലത്തിൻ്റെ പരിസരങ്ങളും കിടക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് കുതിരാൻ അമ്പലത്തിലേക്ക് പ്രവേശിക്കാം. അതായത് തൃശ്ശൂർ പാലക്കാട്ടിലെ മെയിനായിട്ടുള്ളൊരു ഹൈവേ ആയിരുന്നത് അന്ന്. ഈ ടണൽ വരാനായിട്ട് മുന്നേ എത്രയോ വാഹനങ്ങൾ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന നാഷണൽ പെർമിറ്റ് വാഹനങ്ങളും എല്ലാം കൂടി പോയിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നോക്കിയാൽ വളരെ വിജനമായിട്ടും. പിന്നെ ഇവിടെ വരുന്ന വാഹനങ്ങളിൽ പൈസ ഇടാത്ത ഒരൊറ്റ ആൾക്കാർ ബസ്സിൽ ഇവിടെ പൈസ പറക്കാൻ വേണ്ടിയിട്ട് മാത്രം 2-3 ജീവനക്കാരുണ്ടായിരുന്ന സമയം ഇപ്പോൾ വളരെ വിജനമായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ ഈ ആൽമരത്തിൽ നിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വളരെ വിജനമായിട്ട് അവിടെ കിടക്കുന്നത്. എത്രയോ മണ്ഡലകാലങ്ങൾ വളരെ തിരക്കേറിയിട്ടുള്ള ഒരു പശ്ചാത്തലമായിരുന്നു ഇത്. ഇന്ന് വെറും ശൂന്യം. 1980കളും 85കളിലും ഒരുപാട് വാഹനങ്ങളിൽ അപകടങ്ങളൊക്കെ നടന്നിരുന്നു. അതായത് അത്രയും തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു റോഡായിരുന്നത്. അന്ന് ഇവിടെ നിത്യ സംഭവമായിരുന്നു അപകടങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ അപകടങ്ങൾ ഈ കയറ്റം കയറി വരുന്ന വാഹനങ്ങളിൽ വരുന്നവർ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഇടുക എന്നുള്ളതൊരു നിത്യ സംഭവമായിരുന്നു. അത് ഇടാണ്ട് ഇവിടുന്ന് ഒറ്റ വാഹനങ്ങളിലുള്ള ഡ്രൈവർമാരോ അപ്പോൾ അത് പറക്കാൻ തന്നെയായിട്ട് ഒരു 2-3 പേര് വേണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു സ്ഥിതിയിൽ നിന്നിട്ട് ഇപ്പോൾ ഈ ടണൽ വന്നതിന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വിജനമാണ്, ആരുമില്ല, ഭക്തരും കുറവാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്താവാണ്. ശാസ്താവ് എന്ന് പറയുമ്പോൾ കുതിരപ്പുറത്തിരിക്കുന്ന ശാസ്താവാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ കുതിരാൻമല എന്നൊരു പേര് വരെ വന്നത്. പിന്നെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു 200 വർഷത്തിൽ പരം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെ പ്രധാനമായിട്ട് ശബരിമല സീസണിൽ ഇതിൽ എല്ലാ ഭക്തരും, അയ്യപ്പ ഭക്തരും പോയിരുന്ന ഈ വഴിക്കായിരുന്നു അന്നൊക്കെ. ഈ ടണൽ വരുന്നതിന് മുന്നേ. ഈ ടണൽ വന്നതിന് ശേഷം